പഞ്ചരത്നത്തിലെ ആതിരയും ആരാധ്യ എന്നോടൊപ്പം ഉണ്ട്. ആതിര തമിഴ് ആയോണ്ട് തന്നെ തമിഴില് കൊഞ്ചം അധികമാ പേസ മുടിയുമാ താങ്കൾക്ക്? തമിഴിലെ പേസും കൊണ്ട മലയാളത്തിലയും பேசல ரெண்டும் புரியும். ഓണത്തെ പറ്റി இந்த കേരള തനിമയുള്ള ഓണത്തെ പറ്റി ഏതാവത് 2 പേർ? ஓணம் ஓணத்துல நாட்டுக்கோழி இருக்கு. ഓണത്തിക്ക് ഓണത്തപ്പൻ ഇருக்கு. போட் ஓட்டுவாங்க. ബോട്ടാ? വള്ളംകളി ബോട്ടാ? പാവികളാടാ. ഓണം வந்து போட்ல போவாங்க, ரேஸ் வைப்பாங்க, இல்ல போட் ரேஸ். വള്ളംകളിയാണ് കേട്ടോ കുഞ്ഞു ഉദ്ദേശിച്ചേ. വള്ളംകളി ഉത്രട്ടാതി വള്ളംകളി ഉണ്ട്. வள்ளங்களி அந்த மாதிரி தான் பேசுவேன். தமிழ்ல எവിടെയാണ് നിങ്ങൾ? கோயம்புத்தூர். எப்படி இருக்கு இந்த ஃப்ளவர்ஸ் இந்த ஃபேமிலியோட வந்துட்டு அந்த பாண்டிங் எல்லாம் எப்படி இருக்கு? செம்ம ஒரு க்ளோஸ் பாண்டிங் எல்லாரோட. அங்க கூட நமக்கு ஒரு ப்ராஜெக்ட் பண்ணும்போது இவ்வளோ சீக்கிரம் அட்டாச் ஆக மாட்டாங்க. இங்க எல்லாம் நம்ம ஆக்சுவலி இது 4 ப்ராஜெக்ட் பண்றப்போ ஃபேமிலி இருக்கா, ஆனா எல்லாரும் ஒரு ஃபேமிலி போல ஒரு தாட் ആണ്. ഇതിൽ ഏറ്റവും സ്വീറ്റ് തോന്നുന്ന அந்த முகம் யாருடைய? அந்த மூஞ்சி யாருடைய? പറയണ്ട. அந்த ரொம்ப சொம்ப 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 பாக்க மூஞ்சி சொல்லுங்க. അങ്ങനെ എങ്ങടെ അഭിയേട്ടൻ മതി. நாங்களதான் பிடிக்குவது. அது எப்பவுமே இருக்கு. புதுசா ஏதாவது சொல்லுங்க. பாலக்காட்டுக்காரன் இருக்கு பக்கத்துல தானே. അല്ല, അതുകൊണ്ട് ഒരു ചെറിയ ആഗ്രഹമുണ്ട് ഇവരെ കൊണ്ടിട്ടൊന്ന് ഓണാശംസകളൊന്ന് പറയിക്കണമെന്ന്. ഒരു തവണ ഞാൻ പറയത്തുള്ളൂ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ലോകം മുഴുവനുമുള്ള മുഴുവൻ മതി, അതാണ് നല്ലത്. ലോകം മുഴുവനുമുള്ള മലയാളികൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. രണ്ടുപേരും ഒരേ ലെവല്. അതുകൊണ്ട് ആരാ ബെറ്റർ എന്ന് പറയുന്നില്ല. ഇവരുടെ 2 പേരുടെ യഥാർത്ഥ പേരും കൂടെ ഞങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാണ് കേട്ടോ. പേര് പറഞ്ഞോളൂ. റുബീന, റുബിസീന. അടിപൊളി. കോയമ്പത്തൂരിൽ നിന്നാണ് 2 പേര്. ഇപ്പൊ ഞങ്ങളുടെ പഞ്ചാഗ്നിയിലെ ആൾക്കാരാണ്. ആളെണ്ണത്തിൽ കൂടുതൽ മാളികക്കൽ കുടുംബത്തിലെ ആൾക്കാരാണ്. മാളികക്കൽ കുടുംബം എന്തേ? മോഹനിൽ നിന്ന് തുടങ്ങുമ്പോ മോഹനൻ എന്ന എന്റെ സിനിൽ മോഹനനോ എന്താണ് പറയാനുള്ളത്? ആവണിയും ചേർത്ത് ഈ ഓണ ദിവസം ഇരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? അത്ര ചേർത്തല്ല എന്റെ കല്യാണം കഴിഞ്ഞു. അല്ല, ഭാര്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യഥാർത്ഥ ജീവിതത്തിലെ ഭാര്യ ആവണിയായിട്ട് ഇത്ര ചേർന്ന്? അതാ പ്രശ്നമൊന്നുമില്ല. ആവണി ഇപ്പൊ പ്രഗ്നന്റും കൂടെയല്ലേ? അതെ അതെ അതെ. എത്ര മാസം പ്രഗ്നന്റ് ആയിരിക്കുന്നു? അത് പുറത്തു പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വയറ് കാണിക്കൽ ചടങ്ങൊക്കെ ഉണ്ട്. പറയിക്കും. ഇപ്പൊ ജോലിക്ക് പോകാൻ സമ്മതിക്കോ മോന? ഇനി ജോലിയൊക്കെ കളഞ്ഞില്ലേ? ഇനിയിപ്പൊ സമ്മതിക്കോ? ഇനി കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ സമ്മതിക്കോ? കുട്ടീനോ? കുട്ടീനല്ല, ആവണീനെ അമ്മേനെ. അപ്പൊ കുട്ടീനെ നോക്കണ്ടേ? നിങ്ങക്ക് നോക്കൂടെ? നിങ്ങളുടെ കൂടെ അല്ലേ അപ്പൊ എനിക്ക് ജോലിക്ക് നോക്കണ്ടേ? കുടുംബം പട്ടിണിയാവും, അവൻ പട്ടിണിയാവും. ഇനി സിനിലിന്റെ നമുക്കൊരു മിമിക്രി ആവാം. ഓക്കെ, അടിപൊളി. ഫസ്റ്റ് നമ്മുടെ ജയകൃഷ്ണൻ നിന്ന് തുടങ്ങാം. ലാലേട്ടൻ നമുക്ക് എഴുന്നേറ്റ് അല്ല സൗമ്യം എന്നിട്ട് കാണിക്കാൻ അതൊക്കെ കാണിച്ചു ഊർജ്ജം കിട്ടിക്കോട്ടോ. ഇതാണ് ഊർജ്ജം. സിനിലില് തുടങ്ങാന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സിനിലെ ബായോ ബായോ. പാറമട വീട്ടിൽ നിന്നും പാട്ടായിരുന്നെങ്കിൽ ഇനി ഇതാ മിമിക്രിയുടെ ഉസ്താദായ സിനൽ നമുക്ക് മുന്നിൽ എത്താണ്. എനിക്ക് മിമിക്രി കാണിക്കാൻ ഇഷ്ടമാണ്. അതിപ്പോഴും നല്ല ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, അവതരിപ്പിക്കാൻ പറ്റുന്നത് സലീം കുമാറാണ്. അവേ എന്താ പേര്? ഓണമായിട്ട് എല്ലാരോടും വെറുതെ ഇരിക്കണ ഒന്ന് കൈകരിച്ച് പ്രോത്സാഹിപ്പിക്കണോ, ഒന്ന് അടിക്കണോ. പിന്നെ ഞാൻ ഫിറോസിക്കനെ ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞാൽ ഞാൻ ഫിറോസിക്കയുടെ വലിയ ഫാനാണ്. കാരണം മുമ്പ് +1 +2 ഒക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ അന്ന് എനിക്കും 10 വയസ്സേ ഉള്ളു. അല്ല, അത് ബുദ്ധിയുടെ കാര്യത്തിലാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ +1 +2 പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഡേഞ്ചറസ് ബോയ്സ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഞാൻ ഫിറോസ് ഖാനെ കാണുമ്പോൾ ഞാൻ പറയും, ഫിറോസ് ഖാ മുമ്പ് പിള്ളേരൊക്കെ പറ്റിക്കും, ഇതാണ് ഫിറോസ് ഖാന്റെ സൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിക്കും. വെൽക്കം ടു ഡേഞ്ചറസ് ബോയ്സ്. എടാ നീ എന്റെ അടുത്ത് ഉടക്കാതിക്കരുത്, എന്റെ അടുത്ത് അല്ല സിനിലെ അസാധ്യമായിട്ട് സൗബിന്റെ സൗണ്ട് ഒന്നും ചെയ്യില്ലേ? ഇല്ല ഇല്ല ഇല്ല, സൗബിൻ ചെയ്യില്ലേ? അതൊക്കെ അന്ധവിശ്വാസമാണ്. അങ്ങനെയൊന്നുമില്ല. ഞാൻ ആകപ്പാടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റ് സലീം കുമാർ അറിയാം. പിന്നെ കാണിക്കുന്നത് സൗബിന്റെ നടത്തോ മാൻഡ്രസോ. അതൊന്ന് കാണിക്കോ, മാൻഡ്രസോ ഒന്ന് കാണിക്കോ. സൗബിൻ സാഹിറിന്റെ ഹാപ്പി ഓണം.
മീനേനെ കാണുമ്പോഴും എനിക്കൊരു നൊസ്റ്റാളജിക് ഒരു സന്തോഷമുണ്ട്. കാരണം പണ്ട് ഒരു ഓണ പ്രോഗ്രാമിന് വന്നിട്ടാണ് നേരെ എന്നെ സൗബിൻ പറവയിലോട്ട് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം അവിടെ വെച്ച് നല്ലൊരു സുഹൃത്തും നല്ലൊരു ആക്ടറാണ് ഷെയ്ൻ നിഗം. ഷെയ്ൻ നിഗത്തിനെ ഒന്ന് കാണിക്കാൻ നമുക്ക് നോക്കാം. മച്ചാന് വേറെ പരിപാടിയാണത്, മനസ്സിലായി, വേറെ വൈബാണ്. ഓണം എന്ന് പറയുമ്പോൾ മഹാബലി എന്ന് പറഞ്ഞിട്ട് വേറെ ഡൂഡുണ്ട്. ആ ഡൂഡ് നമ്മുടെ കേരളത്തിലോട്ട് വരും എന്നാണ് പറയണത്. വേറെ കൂടാണ്, മനസ്സിലായില്ലേ? ഇനി നമ്മുടെ വാപ്പയായിട്ട് അഭിനയിച്ച പറവയില ജാഫർക്ക, ജാഫർ ഇടുക്കി 2 സൗണ്ട് ഉണ്ട്. നീ എന്നെ ഈ പറയണേ, നീ സാറുമാർക്ക് വേണം നമ്മക്ക് അവിടെ എടാ പോനെ, നീ ഈ കടയിൽ വന്നിട്ട് എന്നാന്ന് വെച്ചാൽ നീ ചെയ്തിട്ട് നീ പോവാൻ നോക്ക്. അല്ല പിന്നെ പോയി അടിപൊളി അടിപൊളി സൂപ്പർ. ഇതാണ് ഒന്നും അറിയില്ല മിമിക്രി ചെയ്തിട്ട് കാലകാലം. സത്യമായിട്ടും ടൈം രണ്ടെണ്ണം കൂടി 2 പെർഫോമൻസ് കൂടെ പ്ലീസ് പ്ലീസ്. അടിപൊളി. എന്നാ കൊറേ നാളിൽ ഞാൻ ചെയ്ത MS റിപ്പോർട്ടുണ്ട്. ഓണക്കാലമായിട്ട് കൊറേ നാളെ ഞാൻ ഈ കുടുംബത്തിൽ വന്നിട്ട് കൊച്ചല്ല സൂപ്പർ സൂപ്പർ. ഫ്ലവേഴ്സ് ചാനലിലെ ജനപ്രിയ പരമ്പരകളിലെ കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഫ്ലവേഴ്സ് സ്റ്റാർ ഓണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.